തദ്ദേശ വിജയം നൽകിയുന്ന ഒരു ആവേശത്തിൽ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ സാധ്യതകളും പരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇത്തവണത്തെ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ്? മറ്റൊന്നുമല്ല, UDFിലെ ചെറുഘടകകക്ഷികൾക്ക് ഇത്തവണ സീറ്റ് കുറയുമെന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് മുന്നിലുള്ളത്. ഘടകകക്ഷികളുടെ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് തീരുമാനം. കേരള കോൺഗ്രസ്, ജോസഫ്, RSP എന്നീ ചെറുകക്ഷികൾക്കാണ് ഈ വെല്ലുവിളി ഏറ്റവും അധികം നേരിടേണ്ടി വരിക. സംഘടനാശേഷിയില്ലാത്ത അവരുടെ സീറ്റുകൾ ഇത്തവണ ഘടകകക്ഷികൾക്ക് നൽകില്ല. മുൻകാലങ്ങളിലൊക്കെ പേരിന് എവിടെയെങ്കിലും സീറ്റ് നൽകുക എന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അതില്ല. മറിച്ച് അവർക്ക് സംഘടനാശേഷി ഇല്ലാത്തടത്ത് സീറ്റ് നൽകില്ല. അങ്ങനെയെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല, ചില സീറ്റുകളിൽ ചില മാറ്റങ്ങൾ കൂടി ഉണ്ടാവും. ഇത് സംബന്ധിച്ച ആശയവിനിമയം കോൺഗ്രസ് നേതൃത്വം ഈ ഘടകകക്ഷികളുമായി ആരംഭിച്ചു കഴിഞ്ഞു. 2021 അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകൾ ഈ കുറി കിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. കാരണം വിജയസാധ്യത എന്ന മാനദണ്ഡമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് മാറ്റം സംഭവിക്കാൻ പോകുന്നത്? മണ്ഡലങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ ഘടകകക്ഷികൾക്ക് അവർ മത്സരിച്ചിരുന്ന സീറ്റുകൾ ഏതൊക്കെയെന്ന വിശദമായ പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് ഇത്തവണ വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടി. അതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ പാർട്ടിയിൽ വലിയൊരു പിളർപ്പുണ്ടായതിനു ശേഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നടന്നത്. അന്ന് UDFിന് വലിയ ആശയക്കുഴപ്പമായിരുന്നു. കാരണം മാണി വിഭാഗം വിട്ടുപോയപ്പോൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നതായിരുന്നു. കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ UDFിന് പൊതുവിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോയെങ്കിലും കാര്യമായ നഷ്ടം, മാണി ഗ്രൂപ്പ് വിട്ടുപോയെങ്കിലും കാര്യമായ നഷ്ടം പേരാതെയാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. കാരണം സീറ്റ് നഷ്ടം കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ അതായിരിക്കില്ല ചിത്രം. അതായത് UDF വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: കേരള കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പിന് ഒട്ടും സ്വാധീനമില്ലാത്ത ചില ഇടങ്ങളിൽ അവർക്ക് സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ ഇത്തവണ UDF ഏറ്റെടുക്കും. UDF എന്നാൽ കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസ് നേരിട്ട് മത്സരിക്കും എന്നതാണ് സാഹചര്യം. എന്താണ് ഈ സീറ്റുകൾ, ഏതാണ് സാഹചര്യങ്ങൾ എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകൾ ഏതൊക്കെ എന്നതാണ്. നോക്കൂ, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, തൊടുപുഴ, ഇടുക്കി, കോതമംഗലം, അങ്ങനെ നീളുന്നു അവർ മത്സരിച്ച സീറ്റുകൾ. തൃക്കരിപ്പൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല, ഇങ്ങനെ നീളുന്ന ഒരു വലിയ ലിസ്റ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതായത് 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്നതാണ് സാഹചര്യം. അതായത് പാർട്ടിയിലെ പിളർപ്പിന് ശേഷവും കാര്യമായ ഒരു സീറ്റ് നഷ്ടവും ഉണ്ടാവാതെയാണ് 2021 ജോസഫ് ഗ്രൂപ്പ് നിയമസഭയിലേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണ ആ ചിത്രം ഉണ്ടാവില്ല. കാരണം ജോസഫ് ഗ്രൂപ്പിൻ്റെ വളർച്ചയും അവരുടെ സ്വാധീന ശക്തിയും കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് അത് ചില പോക്കറ്റുകളിലാണ്, ചില ഇടങ്ങളിലാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന നൽകും. അതിനപ്പുറം വിജയസാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പേരിന് കേരള കോൺഗ്രസിന് സീറ്റ് നൽകേണ്ടതില്ല എന്നതുകൂടിയാണ് തീരുമാനം. അത് കേരള കോൺഗ്രസിന് മാത്രമല്ല ബാധകം, മറ്റ് കക്ഷികൾക്കുമുണ്ട്. നമുക്കത് ഏതിലേക്ക് വരാം. അപ്പോൾ ഈ മാറ്റം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റെടുക്കാൻ സാധ്യത, കോൺഗ്രസ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ മാറ്റി നൽകുകയോ ചെയ്യാൻ സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാനാവും ഏറ്റുമാനൂർ, കോതമംഗലം, തൃക്കരിപ്പൂർ, കുട്ടനാട് തുടങ്ങിയ സീറ്റുകൾ. ഈ സീറ്റുകളിൽ ഇത്തവണ ചില മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സീറ്റുകളിൽ മാറും. നമുക്ക് ഓരോ സാധ്യതകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സീറ്റ് സാധ്യതകൾ വളരെ ശ്രദ്ധേയമാണ് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് ഈ സീറ്റിൻ്റെ സാധ്യതകളും മാറ്റത്തിനും കാരണം എന്നതുകൂടി നമുക്ക് പ്രധാനമായി നോക്കാം. നോക്കൂ, ഏറ്റുമാനൂർ സീറ്റ് ഒരു പ്രധാനപ്പെട്ട സീറ്റാണ്. ഏറ്റുമാനൂർ സീറ്റ് എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തവണ ഇവിടെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വലിയ സംഘടനാശേഷി ഇല്ലാത്ത ഒരിടമാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഇടമാണ്. അതേസമയം മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒന്നായി മത്സരിച്ചിരുന്ന കാലത്ത് അവിടെ ആ സംഘടനയ്ക്ക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ ഏറ്റുമാനൂരിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചാൽ ആ മണ്ഡലം പിടിക്കാമെന്നതാണ് സാഹചര്യം. നമുക്കറിയാം, മന്ത്രി VN വാസവൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അദ്ദേഹം മത്സരിച്ച് വിജയിച്ച ഇടമാണ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലം. പക്ഷേ ഇത്തവണ അവിടെ കോൺഗ്രസ് അത് ഏറ്റെടുത്താൽ അത് വിജയിച്ച് കയറാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ട്. ഈ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ ഒരു പിടി പഞ്ചായത്തുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ പലയിടങ്ങളിലും റിസൾട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രതീക്ഷ കൂടി കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് കരുത്തു പകരുന്നുണ്ട്. അതായത്
ആ സീറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു കാര്യം സംഭവിച്ചത് പ്രിൻസ് ലൂക്കോസ് എന്ന അവിടെ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹമാണ് കഴിഞ്ഞ നിയമസഭയിൽ അവിടെ മത്സരിച്ചത്. അപ്പോൾ അവിടെ ചുരുക്കത്തിൽ കേരള കോൺഗ്രസിന് തന്നെ മുന്നോട്ട് വെക്കാൻ നല്ലൊരു കാൻഡിഡേറ്റ് ഇല്ല എന്നൊരവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സാധ്യതയും സാഹചര്യവും പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് അത്തരമൊരു നീക്കത്തിന് ഒരുങ്ങുന്നത് എന്നതാണ് സാഹചര്യം. അതായത് ഏറ്റുമാനൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. കോൺഗ്രസ് മത്സരിച്ചാൽ അവിടെ വിജയസാധ്യതയുണ്ട്. പരമ്പരാഗത UDFിൻ്റെ കേന്ദ്രങ്ങളാണ് അവിടെ കോൺഗ്രസിനാണ് സ്വാധീനം. ഇതാണ് അവർ കണക്ക് കൂട്ടുന്ന കാര്യം. അതുകൊണ്ടുകൂടി ഇത്തവണ ഈ ഏറ്റുമാനൂർ സീറ്റിൽ VN വാസവനെതിരെ വലിയ മത്സരം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ ഇത്തവണ ഏറ്റുമാനൂർ സീറ്റ് ഉണ്ടാവില്ല. പകരം ഇതിന് മറ്റ് ചില സീറ്റുകളിലുള്ള വെച്ചുമാറലുകൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാമെന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റാണ്. ആ സീറ്റ് മാറ്റ സാധ്യതയിലേക്ക് നോക്കുമ്പോൾ നോക്കൂ, കോതമംഗലം എന്ന സീറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ കോതമംഗലം സീറ്റിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കൂ, കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ നീക്കമുണ്ടാവുന്നത്. അതായത് കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസ് പാരമ്പര്യമായി മത്സരിക്കുന്ന സീറ്റാണ്. നേരത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 ടേമുകളിലായി അവിടെ വിജയിക്കുന്നത് ഇടതു മുന്നണിയാണ്. ആന്റണി ജോൺ എന്ന MLA ആണ്, CPMൻ്റെ MLA ആണ് അവിടെ വിജയിക്കുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും UDFിൻ്റെ പരമ്പരാഗത മേഖലയായിട്ടുകൂടിയും UDF വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഇടമായിട്ടുകൂടിയും അവിടെ വിജയിച്ച് കയറാൻ കഴിയുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ്. അതുകൊണ്ടാണ് കോതമംഗലം സീറ്റ് ഏറ്റെടുക്കുക എന്നൊരു ആലോചനയിലേക്ക് പോകുന്നത്. അപ്പോൾ കോതമംഗലം സീറ്റ് ഇത്തവണ ഏറ്റെടുത്താൽ അവിടെ തങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം, എറണാകുളം ജില്ലാ നേതൃത്വം കരുതുന്നുണ്ട്. പകരം പെരുമ്പാവൂര് കേരള കോൺഗ്രസിന് നൽകാം. പെരുമ്പാവൂര് നമുക്കറിയാം ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകിയ സീറ്റാണ്. ഇത്തവണ അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും ആ സീറ്റ് കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ് പെരുമ്പാവൂർ. ആ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാം എന്നൊരു നിർദ്ദേശം ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, പകരം എൽദോസ് കുന്നപ്പള്ളിക്ക് ഏത് സീറ്റ് എന്ന ചോദ്യമാണ്. കാരണം നിലവിൽ അവിടുത്തെ MLA എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളി ചില വെല്ലുവിളികളും ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ നേരിട്ട വ്യക്തിയാണ്. അപ്പോൾ എൽദോസിന് സീറ്റ് നൽകാതിരിക്കുമോ കോൺഗ്രസ്? അതുകൊണ്ടുകൂടിയാണോ ഈ ആലോചനകൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനം? കോതമംഗലം ഏറ്റെടുത്താൽ പകരം ഏത് സീറ്റ് എറണാകുളം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിന് നൽകുമെന്ന ചോദ്യം കൂടിയുണ്ട്. അവിടെ ഒരുപക്ഷെ പെരുമ്പാവൂരിന് അപ്പുറം മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കപ്പെട്ടേക്കാൾ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുക എന്നൊരു ആലോചനകൾ സജീവമായി നടക്കുന്നുണ്ട്. ആ ആലോചനകളിൽ ചില സ്ഥാനാർത്ഥി പേരുകൾ പോലും കോൺഗ്രസ് കരുതി വെച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും നീക്കങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും സാഹചര്യവും എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ ചർച്ചകളിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ഇതാണ്, കോതമംഗലം സീറ്റ് ഒരു പക്ഷേ കോൺഗ്രസ് ഏറ്റെടുത്തേക്കാം. അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സാധ്യതകളിലേക്ക് തീർച്ചയായും പോകുന്നുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു സീറ്റ് തൃക്കരിപ്പൂറാണ്. നമുക്കറിയാം തൃക്കരിപ്പൂർ എന്ന മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലമാണ്. കേരള കോൺഗ്രസിന് കാര്യമായ ബലറ്റൊന്നുമില്ലാത്ത ഇടമാണ്. അവിടെ മത്സരിച്ച് പരാജയപ്പെടുകയാണ് കേരള കോൺഗ്രസ് ചെയ്യുന്നത്. അവിടെ കഴിഞ്ഞ തവണ KM മാണിയുടെ മരുമകൻ കൂടിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ അവിടെ പരാജയപ്പെട്ടു. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ ഈ തൃക്കരിപ്പൂർ മണ്ഡലം തിരികെ ഏറ്റെടുക്കുക എന്ന കോൺഗ്രസിൻ്റെ ആലോചനയുണ്ട്. കാരണം അങ്ങനെ നടത്തിയാൽ ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയുടെ പൊതുരാഷ്ട്രീയ ചിത്രത്തിലൊക്കെ ആ മണ്ഡലം തിരികെ പിടിക്കാം എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അത് എത്ര കണ്ട് കോൺഗ്രസിൻ്റെ ആ കണക്കുകൾക്കൊപ്പം നിൽക്കുമെന്നത് എന്തായാലും തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അത്തരമൊരു ആലോചന കൂടിയുണ്ട്. മറ്റൊന്ന് കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു വികാരം ആലപ്പുഴ ജില്ലയിൽ അതിശക്തമായി ആലപ്പുഴ DCCയിലെ ഒരു പറ്റം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ഒരു സാധ്യതയുമില്ലാത്ത കുട്ടനാട് കോൺഗ്രസിൻ്റെ പരമ്പരാഗത ഇടമാണ്. അപ്പോൾ ഈ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണം എന്നതാണ് അവരാവശ്യപ്പെടുന്ന കാര്യം. നോക്കുക, 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDFിൽ മത്സരിച്ചത്. ഇത്തവണ അപ്പോൾ ആ സീറ്റുകളുടെ എണ്ണം ഒരു പക്ഷേ കുറഞ്ഞേക്കാം. ചില സീറ്റുകളിൽ മാറ്റങ്ങളും സംഭവിച്ചേക്കാം. 9-ൽ നിന്നും 7-ലേക്കോ 8-ലേക്കോ കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ എണ്ണം കുറയാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള സ്വാധീനം തിരികെ കൊണ്ടുവരാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം UDFിനകത്ത് പലപ്പോഴും കേരള കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ്
ആ മേഖലകളിൽ വിജയം കോൺഗ്രസിനും UDF-നും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് അവരുടെ പരമ്പരാഗത മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതോടെ കേരള കോൺഗ്രസ് ഇല്ലാതെയും വിജയിക്കാം മധ്യ തിരുവിതാംകൂറിലെ ചില പ്രധാനപ്പെട്ട ഇടങ്ങൾ എന്ന ചിന്തയുണ്ട്. അപ്പോൾ ഈ മാറ്റം സംഭവിച്ചേക്കാം. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് നഷ്ടം പേറേണ്ടി വന്നേക്കാം, നഷ്ടമുണ്ടായേക്കാം. കാരണം സീറ്റുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. ചില പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്ന ഇടങ്ങളിൽ ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയ ഒരു ഇടത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം കൂടിയുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലം വിട്ടുകൊടുക്കാമെന്ന് കേരള കോൺഗ്രസ് തത്വത്തിൽ തന്നെ ഏകദേശം ഒരു ആലോചന അവർക്കിടയിലും നടന്നിട്ടുണ്ട്. അത്തരമൊരു സമ്മതം അവർക്കിടയിലുമുണ്ട്. പകരം പക്ഷേ പൂഞ്ഞാർ എന്ന മണ്ഡലം അവർ ആവശ്യപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസ് പരമ്പരാഗതമായി മത്സരിക്കുന്ന ഇടമാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ആണ് മത്സരിച്ചത്. ടോമി കല്ലാനി എന്ന കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ തവണ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തവണ ആ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കേരള കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ കൂടി ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉണ്ടാകും. കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റുമാനൂർ വിട്ടുകൊടുത്തുകൊണ്ട് പകരം പൂഞ്ഞാർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ജോസഫ് ഗ്രൂപ്പ് മറുപടി എന്നോണം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം അവരുടെ മറ്റു പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നും മാറ്റമുണ്ടാവില്ല. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് തന്നെ മത്സരിക്കും. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് തന്നെയാണ്. അത് PJ ജോസഫ് മത്സരിക്കുമോ അതോ മകൻ അപ്പു ജോൺ ജോസഫിന് ഈ സീറ്റ് കൈമാറുമോ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സംഭവിക്കുമോ എന്ന് കണ്ടറിയണം. ഇടുക്കി അടക്കമുള്ള അവരുടെ സീറ്റുകളിലും എന്ത് സംഭവിക്കുമെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കി എന്ന സീറ്റ് കേരള കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. റോഷി അഗസ്റ്റിനാണ് അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയിൽ നിന്നും വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ അത് ജോസഫ് ഗ്രൂപ്പിന് തന്നെ നൽകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജോസഫ് ഗ്രൂപ്പിന് നൽകിയിരുന്ന ആ 9 സീറ്റുകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. സീറ്റുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, ചില സീറ്റുകളിൽ വെച്ചുമാറലുകൾ സംഭവിച്ചേക്കാം. മറ്റൊന്നുമല്ല, വിജയസാധ്യത എന്ന ഒറ്റ കാരണത്തിൽ മാത്രമാണ് ഈ കാര്യത്തിൽ നീക്കങ്ങൾ നടക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നീക്കം എത്ര കണ്ട് പ്രധാനപ്പെട്ടത് എന്നതുകൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. UDF തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളിലാണ്. കാരണം അവരുടെ വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും രീതികളും മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, മറിച്ച് ഈ സീറ്റ് നീക്കുപോക്കുകളും കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആലോചനകൾ നടത്തുന്നത്. അതിനിടയിലാണ് ഈ ഘടകകക്ഷികളുടെ ചില സീറ്റുകളിലെ മാറ്റ സാധ്യതകളും മറ്റും പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജോസഫ് ഗ്രൂപ്പിന് ഇത്തവണ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ വിജയസാധ്യത എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഈ നഷ്ടങ്ങൾ. അത് ചില സീറ്റുകളുടെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ തീരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അന്തിമമാക്കേണ്ടി വരുന്നത് തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ പെരുമ്പാവൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് എന്ത് തരത്തിലുള്ള പരിഗണന നൽകും കോൺഗ്രസ്, എൽദോസിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യമൊക്കെ അവർക്ക് മുന്നിൽ മറ്റൊന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കാതലായ മാറ്റം ഇക്കാര്യം ഉണ്ടാകും. അത് ഈ മാസം പകുതിക്ക് മുമ്പ് തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് UDF നേതൃത്വം പങ്കുവയ്ക്കുന്ന ഒരു വികാരം. അതായത് ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്ന തന്ത്രത്തിലേക്ക് തന്നെ അവർ പോകുന്നു എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ സംസാരിച്ചത് കേരള കോൺഗ്രസിൻ്റെ മാറ്റമാണ്. ആ മാറ്റം അവർക്കുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അതിൽ ഈ മാറ്റം മുന്നണിയുടെ പൊതുവിജയത്തിനൊപ്പം കേരള കോൺഗ്രസും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമാവേണ്ടി വരുമെന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നീക്കം ആരംഭിക്കുന്നത്. ഒപ്പം UDF-ലെ അടുത്ത ഘടകകക്ഷി RSP ആണ്. RSP എന്ന ചെറുകക്ഷിക്ക് നിയമസഭയിൽ ഇതുവരെയും പ്രാതിനിധ്യമില്ല. ഓർക്കുക, ഇടതുമുന്നണി വിട്ടതിന് ശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നിയമസഭയിൽ RSPക്ക് പ്രാതിനിധ്യമില്ല.